അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? ആദ്യം ഇന്ന് കോഴിക്കോട് പോയി അവിടെ സ്റ്റേ. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ ഒന്ന് വയനാട് വരെ പോവാണ്. അപ്പം ഫസ്റ്റ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒറ്റ സ്ട്രെച്ചിന് അത്രയും ദൂരം യാത്ര ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് വൈകിട്ടൊന്ന് ബീച്ച്, അതുപോലെ അത്യാവശ്യം 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, മിഠായിത്തെരുവ്, അവിടേക്കൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അവിടേക്കൊന്ന് കറങ്ങി തിരിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വയനാട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ചെന്നിട്ട് റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി, കാരണം 6 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 7:45 അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്തുന്ന ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് ചേർത്തലയിലെ പത്മ കഫേയിലോട്ട് കയറാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. കഴിവതും വെജ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ചിലപ്പം നമുക്ക് ഇടയ്ക്ക് നോൺ വെജ് കഴിക്കണം എന്നൊക്കെ തോന്നാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നോൺ വെജും കഴിക്കാം. അങ്ങനെ എന്തായാലും ഞങ്ങളിത് അവിടെ എത്തി ഫുഡൊക്കെ അങ്ങനെ ഓർഡറാക്കി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ നല്ല ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അയിമായും വാപ്പിച്ചിയും ഒക്കെ പൂരിയും കിഴങ്ങും ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ദോശ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ. ഇതിനു മുമ്പേ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, നല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പം വെജ് അത്ര നല്ലതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ അങ്ങ് കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് അങ്ങനെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം നേരെ നമുക്ക് എറണാകുളം, ഞങ്ങൾ പോകുന്നത് കൊടുങ്ങല്ലൂർ വഴിയാണ് കേട്ടോ. നേരെ എറണാകുളത്ത് നിന്ന് തിരിഞ്ഞ് കൊടുങ്ങല്ലൂർ, തൃശ്ശൂരൊന്നും ടച്ച് ചെയ്യാതെ അങ്ങനെ അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ബ്ലോക്കൊക്കെ ഒരുപാട് കുറയുമെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പം എന്തായാലും ഞങ്ങൾ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കൂടെ അങ്ങനെ പോവാണ്. അപ്പോൾ 2 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങി. കിടപ്പൊക്കെ കണ്ടോ, ഒരാളെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ എന്തായാലും എറണാകുളത്ത് പണി നടക്കുന്നതുകൊണ്ട് രക്ഷയില്ല കേട്ടോ, ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ എന്തായാലും ബ്ലോക്കൊക്കെ താണ്ടി നമ്മളിതേ കൊച്ചിയിൽ കയറിയിട്ടുണ്ട്. കൊച്ചി എത്തി, കൊച്ചി വൈബ്. അങ്ങനെ എറണാകുളം എത്തിയപ്പോഴത്തേക്കിന് നോക്കുമ്പോൾ 2 പേരും നല്ല ഉറക്കം കേട്ടോ. പക്ഷെ ഉറങ്ങി കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഉണർന്നിരുന്നാലേ ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതേ മെട്രോ കണ്ടോ, മെട്രോയിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. കയറണം, ഇനി അതും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതേ 2 പേരും ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഭയങ്കര രസമായിരുന്നു, പാട്ടൊക്കെ പാടി. അങ്ങനെ പൊളി വൈബിൽ അങ്ങനെ ഞങ്ങളത് NH കയറി കേട്ടോ. അടിപൊളി റോഡ്, രക്ഷയില്ല. പണി നടക്കുന്നതേ ഉള്ളൂ, എന്നാലും പറയാതിരിക്കാൻ വയ്യ, നല്ല സുഖമാണ്. ചുമ്മാ അങ്ങനെ ഇരുന്ന് അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകാൻ കേട്ടോ. ഈ ഒരു സ്ഥലത്തിപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, കാരണം നല്ല സുഖമല്ലേ ഈ ഒരു വഴി കൂടെ അങ്ങനെ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ കയറി. അതിനെല്ലാം കൂടെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും വലിയ റോഡ് വന്നപ്പോഴത്തേക്കിനും ഞാൻ കയറിയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചുമ്മാതാ കേട്ടോ, NHലല്ല, അതിന് മുമ്പേ ഞാൻ ഓടിച്ചായിരുന്നേ. അങ്ങനെ പിന്നെ NHൽ നിന്ന് നമ്മൾ കയറി വേറൊരു വഴി ഷോർട്ട് കട്ട് കാണിച്ചു, ഗൂഗിൾ അമ്മച്ചി കാണിച്ച വഴി കയറിയതാണ് കേട്ടോ. കയറി നമ്മൾ പൊന്നാനിയൊക്കെ ആവാറായി തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ജ്യൂസോ വെള്ളം എന്തെങ്കിലും കുടിക്കാം, കാരണം ഇപ്പം തന്നെ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം, ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പം പിന്നെ എന്തെങ്കിലും സ്നാക്സ് കുടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വാതിക്കൽ അടുത്തൊരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തി. അവിടെ നിന്ന് കുറച്ച് നാരങ്ങ വെള്ളവും അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, ഇപ്പം കട്ട്ലറ്റ്, സമൂസ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് എല്ലാവരും നല്ലപോലെ അങ്ങോട്ട് അടിച്ചു. ഇനിയിപ്പോൾ എവിടെ നിർത്തുന്നില്ല, ഞാൻ പറഞ്ഞു ഒറ്റ വിടൽ കോഴിക്കോടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും അത്യാവശ്യം വേണ്ട സ്നാക്സൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അവിടെ ഒരു പൊറോട്ട ഷവർമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, പൊറോട്ടയ്ക്കകത്ത് മുട്ട പൊരിച്ചതിങ്ങനെ വെച്ചിട്ട് ഉള്ള ഒരു സംഭവം. അപ്പോൾ അത് ഞാനൊന്നും വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല കേട്ടോ. പൊറോട്ട മുട്ട പൊരിച്ചത് കഴിക്കുന്ന ഒരു ഫീൽ, കുറച്ച് സോസും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്, കൊള്ളായിരുന്നു സാധനം. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. അതൊരെണ്ണം കഴിച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടല്ലോ. ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ എന്തായാലും പൈസയൊക്കെ കൊടുത്ത് അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാനൊന്ന് ടോയ്ലറ്റിലുമൊക്കെ പോയിട്ട് നമ്മൾ കയറി വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഇനിയിപ്പം നമ്മൾ നേരെ കോഴിക്കോടേക്കാണ് വിടുന്നത് കേട്ടോ. കാരണം ഇനി എവിടെയെങ്കിലും നിർത്തിയാൽ നമ്മൾ അവിടെ ഓൾറെഡി എത്താനായിട്ട് ലേറ്റ് ആവും. ഇനിയിപ്പം നമ്മൾ കുറച്ച് ദൂരം കൂടി ഇങ്ങനെ പോയിട്ട് വീണ്ടും NH കയറും. അങ്ങനെ എന്തായാലും ഒറ്റ വിടലിൽ നമ്മൾ ഇനി കോഴിക്കോട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ.
അങ്ങനെ എന്തായാലും നമ്മളിതേ കോഴിക്കോടെത്തി. ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നല്ലൊരു റൂം നോക്കി. അങ്ങനെ ദേ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അപ്പോൾ ദേ അവിടെ പോയി നമ്മളൊന്ന് റൂം ഉണ്ടോ എന്നൊക്കെ ഒന്ന് തിരക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോയിട്ട് വന്നപ്പോൾ റൂം അവൈലബിൾ ആണ്. എന്താണ്ട് ഒരു 1900 ആ ഒരു റേഞ്ചിലൊക്കെയാണ് റൂം കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു. ബെഡൊക്കെ ചെറുതാണ്, നമുക്ക് 4 പേർ കൂടെ കിടക്കലൊക്കെ പാടാണ്. പിന്നെ അഡീഷണൽ ഒരു ബെഡൊക്കെ എടുക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, AC ഉണ്ട്, അത്യാവശ്യം വേണ്ട ഫോണ്, പിന്നെ TV, അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ ഒരു കുട്ടി ബാത്റൂം കേട്ടോ. നമ്മളെവിടെ പോയാലും ആദ്യം ബാത്റൂമാണ് നോക്കുന്നത്. കാരണം അയാന് പ്രത്യേകിച്ച് കുറച്ച് ബാത്റൂമിനോട് കുറേ ഇങ്ങനെ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റാണ് മെയിനായിട്ട് നോക്കുന്നത്. അയാൻ്റെ ഡാൻസൊക്കെ കളിക്കും കേട്ടോ ബെഡിൽ കിടന്ന്. ഭയങ്കര ത്രില്ലിലാണ് പിള്ളേർ മാത്രമല്ല ഞങ്ങളും ത്രില്ലിലാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും പിന്നെ അയിമയെ സംബന്ധിച്ച് അയിമക്ക് നീറ്റാണ്. എപ്പോഴും ഇങ്ങനെ ബാഗാണേലും എല്ലാം ഇങ്ങനെ നീറ്റാക്കി ഇങ്ങനെ വെക്കണം. എൻ്റെ പെട്ടിയൊക്കെ ഓരോന്ന് അടുക്കി ബാഗിൻ്റെ പുറത്തൊക്കെ വെക്കുന്നു. ബെഡിലാണെങ്കിലും പില്ലോ ഒന്നും ഇങ്ങനെ അനങ്ങാൻ പാടില്ല, അങ്ങോട്ട് നിരത്താതെ ഇങ്ങനെ നല്ല നീറ്റായിട്ടിരിക്കണം. നമ്മളിപ്പോൾ എവിടെ പോകാൻ പോകുന്നു? അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി, റൂം എടുത്തു, ഇന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഫുഡ് കഴിച്ചില്ല, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? ബീച്ച്, അങ്ങനെ 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കൊക്കെ പോകാൻ പോവാം കേട്ടോ. മുട്ടായിത്തെരുവിൽ പോകണം, ബീച്ചിൽ പോകണം, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ കാണാവേ. അയ്മ ബൈ പറ, ഒന്ന് പോവല്ലേ? ബൈ പറ. അവിടെ ചെന്നിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടി റെസ്റ്റോറൻ്റ് ഉണ്ട്. കുട്ടീന്നൊന്നും പറയേണ്ട, അത്യാവശ്യം വലുതാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹെവി ആയിട്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങളിതേ ഒരു പ്ലേറ്റ് ഷവർമ അങ്ങ് ഓർഡർ ആക്കി കേട്ടോ. 4 പേരും ഓരോ പ്ലേറ്റ് ഷവർമ അങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. ഇനി വൈകിട്ട് വരെ പിടിച്ച് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ബീച്ചിൽ പോയി അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം നമുക്ക് ഒരുപാട് ഹെവി വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഷവർമ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അതിൻ്റെ തൊട്ട് വാതിക്ക് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കാർ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ആ ഓട്ടോയിലോട്ട് അങ്ങ് കയറി ഒറ്റ വിടല്ല. ഫസ്റ്റിൽ നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഓട്ടോയിലൊക്കെ അങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. നമ്മൾ വണ്ടി ഓടിക്കണ്ട, മെനക്കെടണ്ട. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, അടിപൊളിയായിരുന്നു കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ കരിമ്പും കാട്ടി ആന കയറുന്ന പോലെയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഞങ്ങളുടെ മെയിൻ സാധനമാണ് ഉപ്പിലിട്ടത്. അയാനത് കണ്ടുടനെ തന്നെ എന്താണ് ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. ഓടിച്ചെന്ന് ഞങ്ങളെല്ലാവരും ഓരോന്ന് ആദ്യം തന്നെ അതങ്ങ് എടുത്തു. പിന്നെ അവിടെ നല്ല സ്പെഷ്യൽ ഒരു അച്ചാറുണ്ട് കേട്ടോ. ഈ മാങ്ങയുടെ പുറത്തോട്ട് അച്ചാർ അങ്ങനെ തൂത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ അതൊരെണ്ണം എടുത്തു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് കറണ്ടിയില്ലേ, അത് അങ്ങനത്തെ സാധനം നമ്മളെപ്പോഴും വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഐസ് ഇരിക്കുന്നുണ്ടോ, അതിങ്ങനെ ചുരണ്ടി അതിനകത്തോട്ട് എനിക്കൊന്ന് എന്തോ ഈ സർബത്തോ പിന്നെന്തോ നട്ട്സോ, ഞാൻ ഉദ്ദേശിച്ച പോലെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അയിമ വെറുതെ ഐസ് ഇങ്ങനെ ചുരണ്ടിയത് മാത്രം മേടിച്ച് തിന്ന് അവളത് കഴിക്കുന്നുണ്ട്. അത് പിന്നെയും കൊള്ളായിരുന്നെന്ന് എനിക്കൊന്നും, മധുരം ഒഴിച്ചതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വീണ്ടും ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിച്ച് 2-3 ഷോപ്പ് അവിടെ അടുത്തടുത്തുണ്ടായിരുന്ന കടകളിൽ നിന്നെല്ലാം നിർത്തി ഞങ്ങൾ മാങ്ങയും ക്യാരറ്റും കുക്കുംബറും എല്ലാം നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഇതുകൊണ്ടാണ് ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിച്ച് പിന്നെ അവിടെ ഒരു പിള്ളേർക്ക് കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവൾക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഐസ് കറണ്ട് കണ്ടായിരുന്നു നിറച്ച് ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് മീൻസ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സർബത്തിൻ്റെ ഒരു ചുവയൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഈ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നല്ല ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിയില്ല കാരണം സ്ഥലമില്ല. ഈ മാങ്ങായും ഹോട്ട് ചോക്ലേറ്റും എല്ലാം കൂടെ എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ നേരെ അയിമക്ക് കളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഈ ഒരു സംഭവത്തിൽ അവളെയും അയാനെയും കൂടെ കുറച്ച് സമയം അകത്തോട്ട് കയറ്റി വിടാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബഹളാതി കളിക്കണം എന്നും പറഞ്ഞ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് കുറച്ച് അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് 2 പേരെ അങ്ങോട്ട് കയറ്റി വിട്ടു.
എന്നിട്ട് ഞങ്ങളിത് ആ മരത്തിൻ്റെ താഴെ പോയി അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പം നോക്കിയപ്പോഴേ അവിടെ ഒരു മരം, ഈ മരം കണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ആംബിയൻസ് നല്ല ദൂരത്ത് നിന്ന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഡെസേർട്ടിലൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഉണ്ട് അതിലിങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നൊരു മരം മാത്രം. നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ വ്യൂ. അങ്ങനെ അപ്പോൾ അവരെ കയറ്റി വിട്ടിട്ട് ഞങ്ങളവിടെ ഇരുന്നു. ഒരു 20 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു സമയം. എന്നാലും അത്രയും സമയമൊന്നും രണ്ടുപേരും കളിച്ചില്ല. കുറച്ച് സമയമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് കയറി തെന്നിയിട്ടൊക്കെ വന്നതിന് ശേഷം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇറങ്ങി പിന്നെ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ കറങ്ങിയൊക്കെ നിന്ന് പിന്നെ അവിടുന്ന് നേരെ ഒരു ഓട്ടോ എടുത്ത് നേരെ നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, SM സ്ട്രീറ്റിലേക്കാണ്, മിഠായി തെരുവിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയും കൂടെയൊക്കെ കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമുക്ക് പർച്ചേസിങ് ടൈമാണ്, അപ്പോൾ എന്ത് വേണേലും വാങ്ങിക്കാം. അങ്ങനെ നമ്മളത് എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചതേ. ഇതാണ് മിഠായി തെരുവ്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ അങ്ങ് കുറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് വാച്ച് വാങ്ങിച്ചു. പിന്നെന്താ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. നല്ല പേന, ഇതുപോലത്തെ പല ടൈപ്പ് പേന, എന്താ പറയുക, ഒരു മിനി ഷോപ്പിംഗ് മാളെന്ന് പറയാൻ വേണമെങ്കിൽ. ഒരു രക്ഷയില്ല കേട്ടോ. പ്രൈസും നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും അത്യാവശ്യം വിലക്കുറവിലാണ് സാധനങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ കിട്ടും. പിന്നെ ടോയ്സ്, പിന്നെ എന്താ പറയുക, ഡ്രസ്സ്, പിന്നെ നമ്മുടെ ബാഗ് കളക്ഷൻസ് എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്കവിടെ കിട്ടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അയാനും വാപ്പിച്ചിക്കും ഒക്കെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി കടയിൽ കയറി. പിന്നെ ഞാൻ ഒരു വാച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതങ്ങോട്ട് മാറി വേറൊരെണ്ണം വാങ്ങി. അപ്പം അങ്ങനെ പിന്നെ അടുത്തൊരു കടയിൽ കയറി വീണ്ടും ഡ്രസ്സ് നോക്കി. ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തേലും കുറച്ചധികം വ്യത്യാസമുണ്ട് അവിടെ. അങ്ങനെ പിന്നെ വേറെയും ഷർട്ടൊക്കെ നോക്കി. അയാനങ്ങ് ടയേർഡായി കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോന്നു. ഹോട്ടലിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടെ പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ബീച്ചിലോട്ട് തന്നെ വീണ്ടും കാറെടുത്ത്. രാത്രിയായി, ഒരു 12 o'clock ഒക്കെ ആയിട്ടുണ്ട്. രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും കാറെടുത്തുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി ബീച്ചിലെത്തിയപ്പോൾ അവിടെ കുറേ ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ടെന്നിങ്ങനെ പറഞ്ഞു കേട്ടു. നമ്മൾ അങ്ങോട്ടൊന്നും ആദ്യം പോയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്തും ബീച്ചിലുള്ള തിരക്കൊന്നുമില്ല, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി തിരക്കായിരുന്നു. അങ്ങനെ നമ്മളുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അൽഫാമോ മറ്റേ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് കയറി. നമ്മളിത് ഓർഡർ ചെയ്തു. ഷവായിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്കെന്തോ അത്ര വലിയ ഒരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പേടിച്ചാണ് കഴിച്ചത്. എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും കഴിച്ചു. അതിൻ്റെ ഒരു കോംബോ ഓഫറായിരുന്നു. ഒരു ഷവായി, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഗുബൂസ്, പിന്നെ സാലഡ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ വണ്ടി എടുത്ത് വിട്ടു. റൂമിൽ പോയി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പോകുക കേട്ടോ. വേറെ ഒന്നുമല്ല, നാളെ രാവിലെ നമുക്കൊരു 8 o'clock ഇവിടെ നിന്ന് തിരിച്ചെങ്കിലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.